ഒരു വിയോഗം എന്ന് പറയുന്നത് ഇത്രയും ലൗഡാക്കാനായിട്ട് ദിവസങ്ങൾക്കുള്ളിൽ കഴിഞ്ഞ അത് എംറ്റിയാണ്. കലാമഹത്വം സാഹിത്യ മഹത്വം എന്ന് പോലുമല്ല. സാഹിത്യത്തിനൊരു ട്രാൻസാക്ഷനുണ്ട്. ട്രാൻസാക്ഷൻ്റെ മഹത്വം എന്ന് പറയുന്നത് അന്ന് 5 വയസ്സുകാരനോ 10 വയസ്സുകാരനോ കണ്ടപ്പോൾ എം ടി ആരാണെന്നറിയത്തില്ല. പല ജീവിത മുഹൂർത്തങ്ങളും ഒരുപക്ഷെ അവരുടെ അപക്വതയോ അല്ലെങ്കിൽ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ നിഗൂഢ തലങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന, വടക്കൻ വീരഗാഥയെ സംബന്ധിച്ച് അത് കുഞ്ചാക്കോ മുതലാളി പ്രതിപാദിച്ചപ്പോഴും നീലയുടെ ചിത്രങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. സുബ്രഹ്മണ്യ മുതലാളി അത് വ്യാഖ്യാനിച്ചപ്പോഴും ഒന്നും വരാത്ത അർത്ഥതലങ്ങളൊന്നുമില്ല. ഏറ്റവും അടിത്തട്ടിലെ അംശങ്ങളാണ്. അത് വികാരമായാലും ശരി തന്നെ, പ്രതികാരമായാലും ശരി തന്നെ, അതിൻ്റെ ഏറ്റവും ഉൾക്കാമ്പിലേക്കാണ് എം ടി അദ്ദേഹം ഇറങ്ങിച്ചെന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ജീവിതത്തിന് നിഗൂഢ തലങ്ങളുണ്ടെന്ന് ഉള്ളത് ഒരുപക്ഷെ അന്നത്തെ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് 28 29 വയസ്സാണ്. എനിക്ക് പോലും പൂർണ്ണമായിട്ടും ഭാര്യ എന്ന് പറയുന്ന സങ്കല്പത്തിലെ പോലും പൂർണ്ണമായ അറിവില്ല. അപ്പോൾ ഇത് കണ്ട എന്നേക്കാൾ ചെറുപ്പത്തിലുള്ള ചെറുപ്പക്കാർ ഇന്ന് കെട്ടിക്കാൻ പ്രായമുള്ള മക്കളുടെ അച്ഛനമ്മമാരാണ്. അവരുടെ ഒരു ആനന്ദം, അവരന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഇത് ടി വിയിൽ കാണുമ്പോൾ ലാഘവത്തിൽ ഇടയ്ക്കൊരു ചായ കുടിച്ച് ആരെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ അവരുമായിട്ട് സംസാരിച്ചിരുന്നത് കണ്ട് ഇത് കൊള്ളാം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കുള്ള കരുണ മാത്രമേ ലഭിക്കൂ. ഇതല്ല. എത്രയോ തവണ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ സ്നിപ്പറ്റ് ഷോർട്ട്സോ ഡയലോഗ്സോ സീൻസോ ഒക്കെ കണ്ടു വന്നിട്ടിത് ഒരു പൂർണ്ണകായ പ്രതിമയ്ക്ക് പുതിയ വർണ്ണമല്ല ഭാവം പകർന്നു നൽകി തിയേറ്ററിലെത്തി അവർ ഈ പറയുന്ന നിഗൂഢ തലങ്ങളെല്ലാം ഒന്നുകൂടി കവർന്നെടുക്കുമ്പോൾ കാലഘട്ടം മാറിയിരിക്കുകയാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്ന സിനിമയായാലും ശരി തന്നെ, സിനിമ ഒരുപക്ഷെ ജീവിതത്തെ ഒരു നേരിന് നേരെ പിടിച്ച കണ്ണാടി എന്ന് പറഞ്ഞ് ആർട്ടായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ജീവിതമേ ഉള്ളൂ ഇന്നത്തെ സിനിമയിൽ. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ ജീവിതം ഉദയനൻ ഫാമിലി അല്ലെങ്കിൽ കുറുപ്പന്മാരുടെ ഫാമിലി, പടത്തലവന്മാരുടെ കുടുംബം, നമുക്കെല്ലാവരെയും അറിയാം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പുള്ള ജീവിതാംശങ്ങളാണ് നമ്മൾ അന്ന് ആർട്ടിൻ്റെ രൂപത്തിൽ ആനന്ദത്തിലേക്കെടുത്തത്. ഇന്നത് ജീവിതഗന്ധിയായി ഏത് കാലഘട്ടത്തിലെയും സ്ത്രീ, 4 സ്ത്രീകൾ പ്രധാനമായിട്ടും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. 4 തലങ്ങളിലെ സ്ത്രീകളാണ്. ഇന്ന് നമുക്ക് അങ്ങനെ വിമർശിക്കാൻ പറ്റുമോ? എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കും? നിങ്ങൾ തന്നെ പ്രശ്നങ്ങൾ തൊടുത്തു വിടില്ലേ അല്ലേ? അത് എം ടി എഴുതിയതാണോ? എം ടിയുടെ ജീവിതത്തിൻ്റെ മനസ്സിലാക്കലിൽ നിന്ന് ഒരു സന്ദേശം പോലെ സമൂഹത്തിന് നൽകണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യമ ശുദ്ധിയെ പോലും ചിലപ്പോൾ നമ്മൾ ചോദ്യം ചെയ്തെന്നിരിക്കും ഈ കാലഘട്ടത്തിലാണെങ്കിൽ. ഇന്നാരും അതിന് മുതിരില്ല. കാരണം ഇതൊരു കേംബ്രിഡ്ജ് ടെക്സ്റ്റിൻ്റെ സ്വഭാവം ഇതിൻ്റെ എഴുത്തിനുണ്ട്. അതിൻ്റെ വ്യാഖ്യാനത്തിന് ഓസ്കറിന് പോലും ഒരുപക്ഷെ വിലയിരുത്താൻ പറ്റാത്ത തലത്തിലേക്ക് ഇതിൻ്റെ ഒരു ആഖ്യാനത്തിന്, ആലേഖനത്തിന് അങ്ങനൊരു മഹത്വമുണ്ടെന്ന് അഭിമാനത്തോടെ മലയാളികൾ പുതിയ തലമുറ കൂടി മനസ്സിലാക്കുന്ന, ഇതിന് ഇനിയും ഒരു 30-35 വർഷം കഴിയുമ്പം ഒരു റീ റിലീസ് കൂടി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വരും തലമുറക്കാർ അതിനപ്പുറവുമുണ്ട് എന്ന് വിചാരിക്കുന്ന അങ്ങനെ എത്ര സിനിമ നമുക്കുണ്ടാവും. റീ റിലീസ് എന്ന് പറയുന്നത് ഒരു ഫാഷൻ പോലെ പോയെടുത്താണ് അതുകൊണ്ട് ഗുണമില്ലാതെ പോയത്. പക്ഷേ ഫാഷൻ അല്ലാതെ
ജനങ്ങൾ കാക്ഷിക്കുന്ന റീ റിലീസ് അതിനെന്നും മൂല്യമുണ്ടാവും. ഇത് ഉന്നത മൂല്യമാണ്.